ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മലയാളത്തിലെ 10 മിസ്റ്ററി ക്രൈം ത്രില്ലർ സിനിമയെക്കുറിച്ചാണ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമയാണ്. നിങ്ങൾക്ക് വേറേതാകാം. എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഗോട്ട് എന്ന് തോന്നിയ 10 ക്രൈം ത്രില്ലർ മൂവീസ്. ഫസ്റ്റ് വൺ, ദൃശ്യം. 2013 ദൃശ്യമുണ്ടാക്കിയ ഓളം വേറൊന്നുമല്ല. ഒരു സാധാരണ ഫാമിലി മൂവി എന്ന് കരുതി ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ പടത്തിൻ്റെ ജേനർ തന്നെ ലിഫ്റ്റ് ചെയ്ത് ത്രില്ലറിലേക്ക് മാറിയ സിനിമ. പല കൊലപാതകം നടക്കുമ്പോൾ ദൃശ്യം മോഡൽ എന്ന് പറയും. ഒരു മൈൻഡ് ഗെയിമാണ് ദൃശ്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ഫസ്റ്റ് വൺ മലയാള ഫിലിം ത്രില്ലർ. സെക്കൻഡ് വൺ, മുംബൈ പോലീസ് കണ്ടവർക്കറിയാം അതിൻ്റെ ക്ലൈമാക്സ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്. ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി താൻ തന്നെയാണ് ആ കുറ്റം ചെയ്തത് എന്ന് അവസാനം അറിയുന്ന അവസ്ഥ. അതുമാത്രം മതി മുംബൈ പോലീസിന് രണ്ടാമത്തെ സ്ഥാനം എൻ്റെ മനസ്സിൽ കൊടുക്കാൻ. നെക്സ്റ്റ് വൺ, മെമ്മറീസ്. ഒരു ഭാര്യയും മകളും നഷ്ടപ്പെട്ട ഒരു യുവാവ്. ആ യുവാവ് നല്ലൊരു പോലീസ് ഓഫീസറായിരുന്നു. അയാൾക്ക് വീണ്ടും കേസ് അന്വേഷിക്കാൻ കഴിയും, അയാളുടെ മടി എല്ലാം മാറ്റി മറിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നൊരു കേസ് അയാളുടെ മുമ്പിൽ കിട്ടി. അതിനുശേഷം നടന്നത് പിന്നെ ചരിത്രം. നാലാമത്തത്, ഇരട്ട. ജോർജ് ഇരട്ട വേഷത്തിൽ വന്ന സിനിമ. പടം തിയേറ്ററിൽ കണ്ട ഒരാളാണ് ഞാൻ. സത്യം പറയാം, ഒരു അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ ഞാൻ ഈ പടം എപ്പോൾ കഴിയും എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ക്ലൈമാക്സ് ട്വിസ്റ്റ് മൊത്തത്തിൽ നമ്മൾ അത്രയും സമയം ഇരുന്ന ആ ഫീല് എന്തിനായിരുന്നു എന്ന് മനസ്സിലാക്കി തന്നു. അടുത്ത പടമാണ് ഡിറ്റക്റ്റീവ്. ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കണ്ട് നെറ്റിയ പടമാണ് ഡിറ്റക്റ്റീവ്. നമ്മളുടെ ചൈൽഡ്ഹുഡിൽ തന്നെ നമുക്ക് എങ്ങനെ എടുത്തടാ ഈ പടം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ. സുരേഷ് ഗോപി ഇരട്ട വേഷത്തിൽ വരുന്ന ഡിറ്റക്റ്റീവ്. ആറാമത്തതാണ് ഇലവിയ പൂഞ്ചിറ. അതും ഇരട്ടയും ഏകദേശം ഒരേ ഇതാണ്. പക്ഷേ നമ്മളെ ആ മലയിലെ മുകളിലേക്ക് കയറ്റിപ്പോകും ഇലവിയ പൂഞ്ചിറ. അത്രയ്ക്ക് കിടിലാണ് ഷായി കബീറിൻ്റെ ഡയറക്ഷൻ. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. അടുത്തതാണ് കിഷ്കിന്ധാകാന്ഡം. 2024 വന്ന ഒരു പടം എൻ്റെ ഈ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കിഷ്കിന്ധാകാന്ഡം ക്ലൈമാക്സ് മനസ്സിൽ തട്ടിയതായിരുന്നു, അതിൻ്റെ കൂടെ ആ മ്യൂസിക്. എട്ടാമത്തതാണ് അഞ്ചാം പാതിര. സ്ഥിരം ഒരു സൈക്കോ ത്രില്ലർ ആവാതെ അവസാനം ഒരു നല്ല കഥ പറഞ്ഞ് അയാളിങ്ങനെ സൈക്കോ ആയി എന്നും ആ അന്വേഷണത്തെ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കിയ കുഞ്ചാക്കോബൻ്റെ തിരിച്ചുവരവ് നൽകിയ സിനിമ അഞ്ചാം പാതിര. അതാണ് 8ാം സ്ഥാനം. 9ാം സ്ഥാനം, സൂക്ഷ്മദർശിനി. ഒരു ചെറിയ പിഴവ് പോലും ഇല്ലാതെ എങ്ങനെ ഈ സിനിമ എടുത്തു എന്നതാണ് എൻ്റെ സംശയം. മീൻസ് ട്വിസ്റ്റ്, കാരണം, എങ്ങനെ കൊന്നു, എല്ലാം ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് തന്ന സിനിമയാണ് സൂക്ഷ്മദർശിനി. സ്റ്റിൽ മൂവിക്ക് ചില രണ്ടഭിപ്രായങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. 10ാമത്തതാണ് ജോസഫ്. ഒരു 4 പേരെ ഞാൻ ഈ പടം തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇതിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഹിറ്റായി ജോജുവിൻ്റെ കരിയർ തന്നെ മാറ്റിപ്പറിച്ച പടമാണ് ജോസഫ്. അതും ഷായി കബീറാണ് എഴുതിയിരിക്കുന്നത്. ഇലവിയ പൂഞ്ചിറ ഷായി കബീർ ഡയറക്റ്റ് ചെയ്ത പടം. ഇത് എഴുതിയിട്ടുണ്ട് ഇതിൽ. അതിനുശേഷം ഇപ്പോൾ 10 സിനിമകൾ ഓൾറെഡി കഴിഞ്ഞു. എന്നാലും എനിക്ക് ഒരു പടം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. 10 പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ 11ാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പടം ഫിംഗർ പ്രിൻ്റാണ്, മലയാളത്തിൽ. അതും ഒരു അണ്ടർ റേറ്റഡ് ക്രൈം ത്രില്ലറാണ്. അത് നിങ്ങൾ കാണുക.